ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിച്ചവർ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരുടെ ഇലാഹുകളെ സ്നേഹിക്കുന്നു. റബ്ബിനെ സ്നേഹിക്കുന്നത് പോലെ അവർ സ്നേഹിക്കുന്നു. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, റബ്ബിന് പുറമെ അംബിയ ഔലിയായിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഇവരെ സ്നേഹിക്കുന്നു. അതിനുള്ള വലിയ അടയാളങ്ങളിലൊന്നാണ്, നിങ്ങൾ നോക്കൂ, അവരുടെ ആരാധ്യരായ ഇലാഹുകളെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ, ഒരു വലിയനെ കുറിച്ച് വല്ലതും ഒരാൾ പറഞ്ഞാൽ അവരങ്ങേയറ്റം ദേഷ്യം പിടിക്കുന്നത് കാണാം. അവർക്കത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നതായി കാണാം. ആ വലിയന്റെ മക്ബറക്കര അരികിൽ ആരെങ്കിലും ഒരു മര്യാദയില്ലാത്ത പ്രവർത്തനം കാണിച്ചാൽ അവിടെ ചെരുപ്പിടാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ഒരാൾ ചെരുപ്പിട്ട് കയറിയാൽ അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം, അവിടെ വാഹനത്തിന് മുകളിൽ കയറി സഞ്ചരിക്കാൻ പാടില്ല. ചില ദർഗകൾക്ക് മുന്നിൽ അങ്ങനെ നിയമമുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും അതിനെതിരാരെങ്കിലും പ്രവർത്തിച്ചാൽ അവനങ്ങേയറ്റം ദേഷ്യം പിടിക്കും. അതേസമയം ഇതേ ആള് തന്നെ അള്ളാഹു ഹറാമാക്കിയത് വല്ലതും ആളുകൾ ചെയ്യുന്നത് കണ്ടാൽ അവൻ ആ ചൂടുണ്ടാവുകയില്ല. അതല്ല എങ്കിൽ അവൻ്റെ രോഷം വളരെ നിസാരമായിരിക്കും. എന്നാൽ ഈ പറയുന്ന അവൻ്റെ ഇലാഹുകൾക്ക് വേണ്ടി അവൻ കോപിക്കും. അവരുടെ കഴിവിനെ ആരെങ്കിലും തള്ളി പറഞ്ഞാൽ അവൻ രോഷം കൊള്ളും. അതേസമയം റബ്ബിനെ കുറിച്ച് അവൻ ഒരിക്കലും പറയാത്തത് പറയാൻ, റബ്ബിനോട് തേടുന്നത് പോലെ ഇവരോട് തേടാം എന്ന് പറയുമ്പോൾ അവൻ വീഴ്ച വരുത്തുന്നത് റബ്ബിനോടുള്ള ഹക്കിലാണ്, അള്ളാഹുവിൻ്റെ അവകാശത്തിലാണ് അവൻ വീഴ്ച വരുത്തുന്നത്. അതിലവൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറയാൻ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എന്നാൽ ഈ വലിയൻ്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറയാൻ അവൻ്റെ മുട്ടുകൾ വിറക്കും, അവൻ പേടിക്കും. ആരെയാണ് അവൻ കൂടുതൽ ബഹുമാനിക്കുന്നത്? ആരെയാണ് അവൻ കൂടുതൽ സ്നേഹിക്കുന്നത്? യാതൊരു സംശയവുമില്ല, ഒന്നുകിൽ അവൻ അള്ളാഹുവിനെ പോലെ ഇവരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനപ്പുറം അവൻ്റെ ഇലാഹുകളെ അവർ സ്നേഹിക്കുന്നു. എന്നാൽ മുഅ്മിനീങ്ങൾ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ അള്ളാഹുവിനെയാണ് ഏറ്റവും ശക്തമായി സ്നേഹിക്കുന്നത്.